ജീവിതം പാഴാക്കല്ലേ പ്രിയ കൂട്ടരേ. കളിമുറ്റത്തിന്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ? ആദ്യത്തെ സെഗ്മെന്റ് ആണ് കാട്ടിലെ കൂട്ടുകാർ. ഇന്ന് പുള്ളിമാൻ ഏത് കഥയായിരിക്കും നമ്മളോട് പറയാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കാട്ടിലെ കൂട്ടുകാർ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമുക്ക് യേശുവിന്റെ ഒരു കഥ കേട്ടാലോ? കഥ. ഒരിക്കൽ യേശു കടൽ തീരത്ത് വിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യേശു അവിടെ ഇരിക്കുന്നത് കണ്ട് വളരെയധികം ആളുകൾ യേശുവിന്റെ വചനം കേൾക്കുന്നതിനായി അരികിലേക്ക് എത്തി. ജനക്കൂട്ടത്തെ കണ്ടതും യേശു വള്ളത്തിലേക്ക് കയറി ജനങ്ങളോട് പ്രസംഗിക്കുവാൻ തുടങ്ങി. യേശു പറഞ്ഞത് ഒരു വിതക്കാരന്റെ ഉപമയായിരുന്നു. എന്തായിരുന്നു വിതക്കാരുടെ ഉപമ? ഒരിടത്ത് ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. ആ കൃഷിക്കാരൻ ഒരിക്കൽ രാവിലെ വിത്ത് വിതയ്ക്കുവാനായി വീട്ടിൽ നിന്നും പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ കുറച്ച് വിത്തുകൾ വഴിയരികിൽ വീണു. വഴിയരികിൽ വീണ വിത്ത് എന്ത് സംഭവിച്ചു കാണും? പക്ഷികൾ വന്ന് അത് കൊത്തിയെടുത്തുകൊണ്ട് പോയി. അത് വളർന്നില്ല. മറ്റു ചില വിത്തുകൾ പാറപ്പുറത്ത് വീണു. ചെടികൾ എവിടെയാണ് വളരുക? മണ്ണുള്ളിടത്ത്, അല്ലേ? പാറപ്പുറത്ത് വീണ വിത്തിന് എന്ത് സംഭവിച്ചു? പാറപ്പുറത്ത് മണ്ണില്ലാത്തതിനാൽ ആ വിത്തുകൾ വളർന്നതും സൂര്യൻ ഉദിച്ചപ്പോൾ അത് വാടിപ്പോയി. ചില വിത്തുകൾ മുൾച്ചെടികൾക്കിടയിൽ വീണു. എന്നിട്ട് എന്താ സംഭവിച്ചേ? മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്തുകൾ വളരുകയും പക്ഷെ അത് മുൾച്ചെടികൾ ഞെരുക്കി കളയുകയും ചെയ്തു. ചിലതാവട്ടെ നല്ല നിലത്തും വീണു. നല്ല നിലത്ത് വീണ വിത്തുകളെല്ലാം വളർന്ന് ഇരട്ടി ഫലം പുറപ്പെടുവിച്ചു. ഈ കഥ കേട്ട ഉടനെ ജനങ്ങളെല്ലാം പിരിഞ്ഞുപോയി. പക്ഷെ ഈ കഥയുടെ അർത്ഥം എന്താണെന്ന് ശിഷ്യന്മാർക്കാർക്കും മനസ്സിലായില്ല. ജനങ്ങളെല്ലാം പിരിഞ്ഞു പോയപ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ ചെന്ന് ഈ കഥയുടെ അർത്ഥം എന്താണെന്ന് യേശുവിനോട് ചോദിച്ചു. യേശു അവർക്ക് കഥയുടെ അർത്ഥം മനസ്സിലാക്കി കൊടുത്തു. ഇതിൽ വിത്ത് എന്ന് പറയുന്നത് ദൈവവചനമാണ്. റോഡരികിൽ വീണ വിത്തുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാകുന്ന വഴിയരികിൽ വീണ വിത്തുകളാണ്. അത് ദുഷ്ടന്മാർ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി. പാറമേൽ വീണ വിത്തുകളാണ് നമ്മളിൽ പലരും. ഇന്ന് വചനം കേട്ടിട്ട് ഇന്ന് തന്നെ മറന്നുകളയും. മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്തുകളാകട്ടെ ദുഷ്ടതയുടെ പിന്നാലെയും ആഡംബരത്തിന് പിന്നാലെയും പോകുന്ന ആളുകളാണ്. എന്നാൽ നല്ല നിലത്ത് വീണ വിത്തുകളാണ് ശരിയായ വിത്തുകൾ. നമ്മളും നല്ല നിലത്ത് വീണ വിത്തുകൾ പോലെ ആവണം. ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും വേണം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ആർക്കെങ്കിലും പറയാവോ? നമ്മൾ ദൈവവചനം കേൾക്കുന്നവരാകണം. അതെ, നമ്മളും നല്ല നിലത്ത് വീണ വിത്തുകൾ പോലെ ദൈവവചനം കേൾക്കുന്നവരും അത് ശ്രമിച്ച് ജീവിക്കുന്നവരുമാവണം. പുള്ളിമാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽമാലാഖയും. കുസൃതി കൊടുക്കുക അന്നമോളുടെ സംശയം എന്തായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? അന്നമോളും കാവൽമാലാഖയും. മാലാഖേ. ഹായ് അന്നമോളെ. ഹായ് മാലാഖേ. അന്നമോൾ എന്താ ഇവിടെ? പപ്പയുടെയും മമ്മിയുടെയും കൂടെ ടൂർ വന്നതാ മാലാഖേ. ആഹാ, എന്നിട്ട് അവർ എവിടെ? അവരപ്പുറത്തുണ്ട്. മാലാഖയോട് ഒരു സംശയം ചോദിക്കാൻ ഓടി വന്നതാ ഞാൻ. എങ്കിൽ അന്നമോള് വേഗം ചോദിച്ചോ. ഈ വാസ്കോഡ് ഗാമയെ കൂടാതെ പണ്ട് കേരളത്തിൽ ഒത്തിരി സഞ്ചാരികൾ എത്തിയിരുന്നോ മാലാഖേ? തീർച്ചയായും അന്നമോളെ. അവരാരൊക്കെയാ മാലാഖേ? പ്രധാനപ്പെട്ട സഞ്ചാരികളായിരുന്നു. അറബ് സഞ്ചാരി ആയിരുന്ന സുലൈമാൻ, മൊറോക്കക്കാരനായ ഇബ്നു ബത്തൂത്ത, വാസ്കോഡ ഗാമയുടെ പിൻഗാമി ആയി കേരളത്തിലെത്തിയ പോർച്ചുഗീസുകാരൻ പെഡ്രോ അൾവാരസ് കബ്രാൾ,
ബ്രിട്ടീഷുകാരനായ റാൽഫ് ഫിച്ച് എന്നിവരാണ് കേരളത്തിലെത്തിയ പ്രധാനപ്പെട്ട സഞ്ചാരികളിൽ ചിലർ. കേരളത്തെക്കുറിച്ച് വിശദമായി രേഖപ്പെടുത്തിയ ആദ്യത്തെ അറബ് സഞ്ചാരിയായിരുന്നു സുലൈമാൻ. AD 850 സ്വന്തം യാത്രാനുഭവങ്ങൾ അടങ്ങിയ ഗ്രന്ഥം അദ്ദേഹം രചിക്കുകയുണ്ടായി. പേർഷ്യൻ ഉപദ്വീപിൽ നിന്ന് പായ്ക്കപ്പലിൽ പലതവണ ഇന്ത്യയിലേക്കും ചൈനയിലേക്കും യാത്ര ചെയ്ത സാഹസിക സഞ്ചാരി ആയിരുന്നു സുലൈമാൻ എന്ന കച്ചവടക്കാരൻ. അപ്പോ ഇബ്നു ബത്തൂത്തയോ? 1304 മൊറോക്കോയിൽ ജനിച്ച ഇബ്നു ബത്തൂത്തയുടെ ചെറുപ്പം മുതലേയുള്ള ആഗ്രഹമായിരുന്നു ലോകം ചുറ്റിക്കറങ്ങുക എന്നത്. അത് കൊള്ളാലോ മാലാഖേ. അങ്ങനെ 21-ാം വയസ്സിൽ ഇബ്നു ബത്തൂത്ത ആരംഭിച്ച യാത്രകൾ 30 വർഷത്തോളം നീണ്ടു. ഇന്നത്തേതുപോലെയുള്ള വിമാനങ്ങളും യാത്രാക്കപ്പലുകളുമൊന്നും ഇല്ലാതിരുന്ന അക്കാലത്ത് 30 വർഷം കൊണ്ട് ഇബ്നു ബത്തൂത്ത സഞ്ചരിച്ചത് ഏതാണ്ട് 1.25 ലക്ഷം കിലോമീറ്റർ അന്നമോളെ. എന്റെ അമ്മേ. ദുർഘടമായ പാതകളെയും കഠിനമായ രോഗങ്ങളെയും അതിജീവിച്ചായിരുന്നു ബത്തൂത്ത ലോകസഞ്ചാരം നടത്തിയത്. ജന്മനാടായ മൊറോക്കയിൽ തിരിച്ചെത്തിയ ബത്തൂത്ത പിന്നീട് ഗ്രന്ഥം എഴുതി. അങ്ങനെ 14-ാം നൂറ്റാണ്ടിലെ പല രാജ്യങ്ങളിലെയും സാംസ്കാരികവും സാമൂഹികപരവുമായ ജീവിതം വിശദമാക്കുന്ന ഒരു ഗ്രന്ഥം ലോകത്തിന് ലഭിച്ചു. വാസ്കോഡ് ഗാമയുടെ പിൻഗാമിയായി കേരളത്തിലെത്തിയ കബ്രാൾ എന്തൊക്കെയാണ് ചെയ്തത്? 1500 ഓഗസ്റ്റ് 30-നാണ് വാസ്കോഡ് ഗാമയുടെ പിൻഗാമിയായ പോർച്ചുഗീസ് കപ്പിത്താൻ പെഡ്രോ അൽവാരസ് കബ്രാൾ കോഴിക്കോട് എത്തിച്ചേർന്നത്. സാമൂതിരിയുമായി കൂടിക്കാഴ്ച നടത്തിയ കബ്രാൾ കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തക പൂർണ്ണമായും തങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നിട്ടോ? സാമൂതിരി അതങ്ങ് സമ്മതിച്ചു കൊടുക്കുമോ? പകരം ഒരു പണ്ടകശാല അഥവാ ഗോഡൌൺ പണിയാനുള്ള അനുമതി അവർക്ക് നൽകി. വൈകാതെ പോർച്ചുഗീസ് അവരുടെ തനിനിറം പുറത്തെടുത്തു. കോഴിക്കോടുള്ള അറബി കച്ചവടക്കാരുമായി അവർ ഏറ്റുമുട്ടി. കൂടാതെ കോഴിക്കോട് പട്ടണത്തിന് നേരെ യുദ്ധം നടത്തുകയും ചെയ്തു. കോഴിക്കോട്ടെ സാമൂതിരിയുമായി കൊച്ചി രാജാവ് ശത്രുതയിലാണെന്ന് മനസ്സിലാക്കിയ കബ്രാൾ നേരെ കൊച്ചിയിലേക്ക് പോയി. കബ്രാളിന്റെ നിബന്ധനകളെല്ലാം അംഗീകരിച്ച കൊച്ചി രാജാവ് പോർച്ചുഗീസുകാർക്ക് കച്ചവടത്തിനുള്ള സകല സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. കൊച്ചി രാജ്യത്തിലും കബ്രാൾ തനിനിറം കാട്ടിയോ മാലാഖേ? അതിനു മുമ്പ് 1501 ജനുവരി മാസം കോഴിക്കോട് നിന്ന് വലിയൊരു കപ്പൽ പട കബ്രാളിനെ ആക്രമിക്കാനെത്തി. ഭയന്നുപോയ കബ്രാള് സംഘവും കണ്ണൂരിലേക്ക് രക്ഷപ്പെട്ടു. എന്നിട്ടോ? കണ്ണൂരിലെ ചിറക്കര രാജാവും കബ്രാളിനെ നന്നായി സ്വീകരിച്ചു. അവിടെ നിന്നും ധാരാളം ചരക്കുകൾ കബ്രാളിന് ലഭിച്ചു. അങ്ങനെ 1503 കുരുമുളക് നിറച്ച കപ്പലുകളുമായി കബ്രാൾ പോർച്ചുഗലിൽ മടങ്ങിയെത്തി. ഈ കബ്രാൾ ആൾ കൊള്ളാമല്ലോ മാലാഖേ. ഇങ്ങനെ എത്രയെത്ര സഞ്ചാരികൾ കേരളത്തിലെത്തി നമ്മളെ പറ്റിച്ച് നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ മാലാഖേ. എങ്കിൽ വേഗം അന്നമോൾ മമ്മിയുടെയും പപ്പയുടെയും അടുത്തേക്ക് പോയിക്കോട്ടോ. ബായ് മാലാഖേ. ബായ് അന്നമോളെ. കൂട്ടുകാരെ, അന്നമോളുടെ സംശയം കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ലേ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. ഇന്ന് ജീവന ഏത് സങ്കീർത്തനമായിരിക്കും പാടാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. രാഗസങ്കീർത്തനം. നിസ്സഹായൻ ഞെരിഞ്ഞമർന്നു പോകുന്നു, ദുഷ്ടന്റെ ശക്തിയാൽ അവൻ നിലം പതിക്കുന്നു. ദൈവം മറന്നിരിക്കുന്നു, അവിടുന്ന് മുഖം മറച്ചിരിക്കുകയാണ്. അവിടുന്നൊരിക്കലും ഇത് കാണുകയില്ല എന്ന് ദുഷ്ടൻ വിചാരിക്കുന്നു. കർത്താവേ, ഉണരേണമേ. ദൈവമേ, അവിടുന്നു കരം ഉയർത്തേണമേ. പീഡിതരെ മറക്കരുതേ. ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അവിടുന്നു കണക്കു ചോദിക്കുകയില്ലെന്ന് അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്കു സമർപ്പിക്കുന്നു. അനാഥന് അവിടുന്ന്
കവചം തകർക്കണമേ. ദുഷ്ടതയ്ക്ക് അറുതി വരുന്നതുവരെ അതു തിരഞ്ഞു നശിപ്പിക്കണമേ. കർത്താവ് എന്നേക്കും രാജാവാണ്. ജനതകൾ അവിടുത്തെ ദേശത്തു നിന്ന് അറ്റുപോകും. കർത്താവേ, എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും. അവരുടെ ഹൃദയത്തിനു ധൈര്യം പകരും. അവിടുന്ന് അവർക്കു ചെവി കൊടുക്കും. അനാഥർക്കും പീഡിതർക്കും അങ്ങ് നീതി നടത്തിക്കൊടുക്കും. മണ്ണിൽ നിന്നുള്ള മനുഷ്യൻ ഇനിമേൽ അവരെ ഭീഷണിപ്പെടുത്തുകയില്ല. കൂട്ടുകാരെ, ജിയോനെ പാടിയ സങ്കീർത്തനം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. ഇന്ന് ഏഞ്ചൽ ഏത് പുസ്തകമായിരിക്കും പരിചയപ്പെടുത്താൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? വായനശാല. കൊച്ചു കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന പുസ്തകം വിശുദ്ധ അന്തോണീസിന്റെ ജീവചരിത്രത്തെ കുറിച്ചാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് മാത്യു VJ വാളിപ്ലാക്കലാണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വിമല ബുക്സ് പബ്ലിക്കേഷൻസ് ആണ്. ഈ പുസ്തകത്തിൽ 22 അധ്യായങ്ങളാണുള്ളത്. ഇടിമുഴക്കം, കൊച്ചു രാജകുമാരൻ, ഒരു കുടന്ന വിശുദ്ധി പൂക്കൾ, ആശ്രമ ജീവിതത്തിലേക്ക്, കരങ്ങളിൽ ഉണ്ണീശോയുമായി, പുതിയ സ്വപ്നം, സഹോദരൻ അന്തോണി, കർമ്മധീരതയോടെ, പരാജയപ്പെട്ട ദൗത്യം, ദൈവഹിതത്തിന് വഴങ്ങി, യോനയുടെ അടയാളം, ഉപേക്ഷിക്കപ്പെട്ട കല്ല്, ഒരു മനോജ്ഞ ശില്പം, നമ്മുടെ മെത്രാൻ, കല്ലുകൾ ആഘോഷിക്കുമല്ലോ, ആരാധിക്കുന്ന കഴുതകൾ, പുതിയ ദൗത്യം, ഒരു മെതിവണ്ടിയായി, അധികാര പദവിയിലേക്ക്, പാതുവായിലേക്ക്, നിത്യതയിലേക്ക് ചിറകടിച്ച്, വിശുദ്ധ പിതാവ് എന്നിങ്ങനെ 22 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ആദ്യത്തെ അധ്യായത്തിൽ 13-ാം നൂറ്റാണ്ടിൽ തിരുസഭയുടെ ചൈതന്യത്തിന് തിളക്കമേറ്റിയ ജ്ഞാനിയായ ഒരു വിനീത ദരിദ്ര സന്യാസിയായിട്ടാണ് വിശുദ്ധ അന്തോണീസിനെ പരാമർശിക്കുന്നത്. കൊച്ചു രാജകുമാരൻ എന്ന 2-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ജനനത്തെക്കുറിച്ചും ബാല്യകാലത്തെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. 1195 ആഗസ്റ്റ് 15-ാം തീയതിയാണ് വിശുദ്ധ അന്തോണീസ് ജനിച്ചത്. മാർട്ടിൻ ത്രേസ്യ ദമ്പതികളുടെ 5 മക്കളിൽ മൂത്ത മകനായിരുന്നു ഫെർണാണ്ടോ എന്ന വിശുദ്ധ അന്തോണീസ്. 3-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ സ്കൂൾ പഠനകാലത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആശ്രമ ജീവിതത്തിലേക്ക് എന്ന 4-ാമത്തെ അധ്യായത്തിൽ അഗസ്തീനിയൻ സന്യാസ സഭക്കാരുടെ ലിസ്ബണിലെ സെന്റ് വിൻസെന്റ് ആശ്രമത്തിൽ കടന്നു ചെന്ന വിശുദ്ധ അന്തോണീസിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. 5-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ വൈദിക പട്ടത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. 5-ാമത്തെ അധ്യായമാണ് കരങ്ങളിൽ ഉണ്ണീശോയുമായി എന്നത്. 1219 ഫെർണാണ്ടോ വൈദിക പട്ടം സ്വീകരിച്ചു. പുതിയ സ്വപ്നം എന്ന 6-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത്. തനിക്ക് ഏറ്റവും നല്ലൊരു മിഷനറിയായി പ്രേക്ഷിത പ്രവർത്തനം നടത്തണം എന്നായിരുന്നു വിശുദ്ധ അന്തോണീസിന്റെ ഏറ്റവും വലിയ ആ ആഗ്രഹം. 8-ാമത്തെ അധ്യായത്തിൽ ഫ്രാൻസിസ്കൻ നിയമങ്ങൾ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്ന വിശുദ്ധ അന്തോണീസിനെ കുറിച്ചാണ് പറയുന്നത്. 9-ാമത്തെ അധ്യായത്തിൽ കടുത്ത പനി മൂലം തന്റെ ദൗത്യം പരാജയപ്പെട്ടതിൽ വിഷമിക്കുന്ന വിശുദ്ധ അന്തോണീസിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. 10-ാമത്തെ അധ്യായത്തിൽ ദൈവഹിതത്തിനായി തന്നെ സമർപ്പിക്കുന്ന വിശുദ്ധ അന്തോണീസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 11-ാമത്തെ അധ്യായത്തിൽ യോനാ പ്രവാചകന്റെ അടയാളം വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിലും ഉണ്ടായതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഉപേക്ഷിക്കപ്പെട്ട കല്ല് എന്ന 12-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ഫ്രാൻസിസിന്റെ ശിഷ്യത്വം സ്വീകരിച്ച വിശുദ്ധ അന്തോണീസിനെ കുറിച്ചാണ് പറയുന്നത്.
ഒരു മനോജ്ഞ ശില്പം എന്ന 13-ാമത്തെ അധ്യായത്തിൽ ആദ്യമായി വചനവ്യാഖ്യാനം നടത്തുകയും തന്റെ വാക്ചാതുര്യത്താൽ ജനങ്ങളെ കയ്യിലെടുക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസിനെ കുറിച്ചാണ് പറയുന്നത്. 14-ാമത്തെ അധ്യായത്തിൽ ശ്രോതാക്കൾക്ക് ആകർഷകമായ വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് ബോധവൽക്കരണം നടത്തുകയും പരിവർത്തനത്തിന്റെ പാതയിലേക്ക് അവരെ നയിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 15-ാമത്തെ അധ്യായമാണ് കല്ലുകൾ ഘോഷിക്കുമല്ലോ എന്നുള്ളത്. പ്രാർത്ഥനയും പ്രായശ്ചിത്തവും ജീവിതശൈലിയാക്കിയ അന്തോണി ഇറ്റലിയിലെങ്ങും സഞ്ചരിച്ച് പ്രസംഗിച്ചു. ജനസഹസ്രങ്ങൾ പ്രവാചക ശബ്ദം തിരിച്ചറിഞ്ഞ് പശ്ചാത്താപത്തിന്റെ മാർഗത്തിലേക്ക് തിരിഞ്ഞു. 16-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ അന്തോണീസിനെ കഴുതകൾ ആരാധിക്കാനിടയായ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 17-ാമത്തെ അധ്യായത്തിൽ പുതിയ ദൗത്യത്തിനായി ഫ്രാൻസിലേക്ക് പോകുന്ന വിശുദ്ധ അന്തോണീസിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 18-ാമത്തെ അധ്യായമാണ് ഒരു മെതിവണ്ടിയായി എന്നത്. അധികാര പദവിയിലേക്ക് എന്ന 19-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മരണശേഷം പുതിയ ചുമതലകൾ വിശുദ്ധ അന്തോണീസിന് നൽകപ്പെട്ടതിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. 20-ാമത്തെ അധ്യായത്തിൽ മലനിരകളാൽ ചുറ്റപ്പെട്ട ഫലഭൂയിഷ്ഠമായ താഴ്വാരങ്ങൾ നിറഞ്ഞ കൊച്ചു പട്ടണമായ പാദുവയിലേക്ക് എത്തപ്പെട്ട വിശുദ്ധ അന്തോണീസിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ആദ്യം പാദുവ സർവകലാശാലയിലേക്കും പിന്നീട് ജനങ്ങളുടെ സാമൂഹിക പ്രശ്നങ്ങളിലേക്കുമാണ് വിശുദ്ധ അന്തോണീസ് ശ്രദ്ധ പതിപ്പിച്ചത്. 21-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. 1231 ജൂൺ 13-നാണ് വിശുദ്ധ അന്തോണീസ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. അവസാനത്തെ അധ്യായമായ 22-ാമത്തെ അധ്യായത്തിൽ അന്തോണീസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 1232 മെയ് മാസം 30-ാം തീയതി അന്തോണി വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. കൊച്ചുകൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ അന്തോണീസിന്റെ ജീവചരിത്രം ഇഷ്ടമായോ? എങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കണേ. കൂട്ടുകാരെ, ഏഞ്ചൽ പരിചയപ്പെടുത്തിയ പുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ തീർച്ചയായും അത് വാങ്ങി വായിക്കണേ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റ് ആണ് ഉണ്ണിവചനങ്ങൾ. ഇന്ന് ഉണ്ണീശോ നമ്മളോട് എന്തായിരിക്കും പറയാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? ഉണ്ണിവചനങ്ങൾ. പരമപിതാവായ ദൈവത്തിന് സ്തുതി. കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും ദേവാലയത്തിൽ പോകാറില്ലേ? ദേവാലയത്തിൽ എന്തിനാ ഞങ്ങൾ പോകുന്നത്? പ്രാർത്ഥിക്കാനല്ലേ? എന്നിട്ട് എങ്ങനെയാ? നല്ലവണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ആലയമാണ് ദേവാലയം. അവിടെ നിങ്ങൾ എങ്ങനെയാ പെരുമാറുന്നത്? പിന്നെ നിങ്ങൾ ദേവാലയത്തിനുള്ളിൽ ആയിരിക്കുമ്പോൾ അശ്രദ്ധയോടെ ഇരിക്കാറുണ്ടോ? എങ്കിലിനി അങ്ങനെ പാടില്ലാട്ടോ. എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ആലയത്തിൽ അഥവാ ദേവാലയത്തിൽ നിങ്ങൾ ഭയഭക്തിയോടെ വേണം ആയിരിക്കേണ്ടത്. അവിടെ പരസ്പരമുള്ള സംസാരം ഒഴിവാക്കണം. കൂട്ടുകാരെയോ പരിചയക്കാരെയോ ദേവാലയത്തിനുള്ളിൽ വെച്ച് കാണുമ്പോൾ സംസാരിക്കാൻ പോകുകയും അരുത്. പകരം ദേവാലയത്തിന് പുറത്തിറങ്ങിയതിനു ശേഷം മാത്രം സംസാരിക്കുക. മാത്രമല്ല, ദേവാലയം പരിശുദ്ധമായതിനാൽ ദേവാലയത്തിനുള്ളിൽ യാതൊരു കാരണവശാലും ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ നമുക്ക് നമ്മുടെ ദേവാലയത്തെ പരിശുദ്ധിയോടെ കാത്തു സംരക്ഷിക്കാം. പരമപിതാവായ ദൈവത്തിന് സ്തുതി. കൂട്ടുകാരെ, ഉണ്ണീശോ പറഞ്ഞ കേട്ടല്ലോ. ഇനി ഉണ്ണീശോ പറഞ്ഞ പോലെ ചെയ്യണേ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റ് ആണ് കളിയരങ്ങ്. ഇന്ന് കളിയരങ്ങിൽ ആരായിരിക്കും വരാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? കളിയരങ്ങ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഭിക്ഷക്കാരെ ഇഷ്ടമാണോ? സന്തോഷത്തോടെ ഇരിക്കുന്ന ബുഹബാബ എത്ര പെട്ടെന്നാണ് മാറുന്നത്.
പിച്ചക്കാരന് കേട്ട പലർക്കും മറപ്പും വെറുപ്പുമാണ്. എന്നാൽ പിച്ചക്കാരെയും കുഷ്ഠരോഗികളെയും ഇവിടുന്ന് സ്നേഹിച്ച ഒരാളുണ്ട്. അതാരുമല്ല, നമ്മുടെ രക്ഷണി യേശുവാണ്. യേശുവിൻ്റെ സ്നേഹവും അത്ഭുത ശക്തിയും വെളിപ്പെടുത്തുന്ന ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഒരിക്കൽ യേശു സിനഗോഗിൽ നിന്ന് പുറപ്പെടുമ്പോൾ ധാരാളം ആൾക്കാർ യേശുവിന് ചുറ്റും കൂടി. ബർത്തിമേസിനെ അവിടെ നിന്ന് വിളിച്ചു, ചേട്ടാ, ചേച്ചി, കണ്ണ് കാണാത്തനാണ്, വെള്ളം തേണേ. ചില അദ്ദേഹത്തെ എന്തെങ്കിലും ഇട്ടു, ചിലയാണ് കേട്ടിട്ടില്ലെന്ന് വെച്ചു. ബർത്തിമേസ് അങ്ങനെ ഭിക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നസ്തനായ യേശു ആ വഴി വരുമ്പോൾ ആരോ പറയുന്നത് കേട്ടു. എന്ത്, യേശുവോ? സുഖപ്പെടുത്താനാണോ? അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു, ദാവീദിന്റെ പുത്ര യേശുവേ, എന്നോട് കരുണ ചെയ്യണമേ. അത് കേട്ട് ചില അവനെ ശകാലിച്ചോടെ പറഞ്ഞു, അവനീ ഇവിടെ കണ്ടാൻ. അവർ നാണിച്ചു നിന്ന് അവനെ വിളിച്ചോണ്ട് വന്നു. ദേ, യേശു നിന്നെ വിളിക്കുന്നു. എന്താ, യേശു എന്നെ വിളിക്കുന്നു? അവൻ സന്തോഷം കൊണ്ട് വീർമുട്ടി അവൻ്റെ പുറങ്ങപ്പായ വലിച്ചെന്ന് തപ്പി തന്നെ യേശുവിൻ്റെ അടുത്ത് ചെന്നു. മകനെ, നിനക്ക് ഞാൻ എന്ത് ചെയ്തതാണോ? നമ്മളാണെങ്കിലും കാറോ മുട്ടായോ ഐസ്ക്രീമോ വെള്ളം ചോദിച്ചേനെ. പക്ഷെ ബർത്തിമേസ് ഇതൊന്നും ചോദിച്ചില്ല. റബ്ബി, എനിക്ക് കാഴ്ച തരണമേ. യേശു മനസ്സലിഞ്ഞ് പറഞ്ഞു, പോയിക്കോ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അത് പറഞ്ഞതും ബർത്തിമേസിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഹായ്, ഇപ്പം എനിക്കെല്ലാം കാണാം. സൗഖ്യം. ബർത്തിമേസ് തുള്ളിച്ചാടി. കൂട്ടുകാരോടോ വീട്ടുകാരോടോ ഒന്നും ചോദിച്ചില്ല. ഇങ്ങനെ ബർത്തിമേസ് യേശുവിനെ അനുഗമിച്ചു. കൂട്ടുകാരെ, നമ്മളുടെ ജീവിതത്തിൽ യേശു എത്ര നന്മ ചെയ്തിരിക്കുന്നു. അപ്പം യേശുവിനെ നമുക്ക് ബർത്തിമേസിനെ പോലെ അനുഗമിക്കാം. നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ കളികാരങ്ങ് ഇഷ്ടമായോ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റ് ആണ് സന്തോഷ ജന്മദിനം. ഈ ആഴ്ചയിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൊച്ചു കൂട്ടുകാരെ നമുക്കൊന്ന് വിഷ് ചെയ്തിട്ട് വന്നാലോ? സന്തോഷ ജന്മദിനം. ഹാപ്പി ബർത്ത്ഡേ ജൊഹാൻ. ഹാപ്പി ബർത്ത്ഡേ ജൊഹാന. ഹാപ്പി ബർത്ത്ഡേ നിവേദ്യ. എങ്കിൽ കൂട്ടുകാരെ, ആരായിരിക്കും ഈ ആഴ്ചയിലെ വാർത്തയിലെ താരം? എങ്കിൽ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വാർത്തയിലെ താരം: ഞാനാണ് കൊച്ചു ത്രേസ്യ, ഉണ്ണീശോയുടെ കൂട്ടുകാരി. ഉണ്ണീശോയുടെ കയ്യിലെ കളിപ്പന്താണ് ഞാൻ. അവിടുന്ന് എന്നെ ഇഷ്ടമുള്ളവിടത്തേക്ക് വലിച്ചെറിയട്ടെ. ത്യാഗം ചെയ്യാനുള്ള ചെറിയ അവസരങ്ങൾ പാഴാക്കരുത്. എന്റെ ദൈവവിളി സ്നേഹമാണ്. കൂട്ടുകാരെ, ഈ ആഴ്ചയിലെ വാർത്തയിലെ താരത്തെ നിങ്ങൾ പരിചയപ്പെട്ടില്ലേ? എങ്കിൽ നമുക്ക് നമ്മുടെ അവസാനത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ? നിറക്കൂട്ട്. ഇന്ന് നിറക്കൂട്ടിൽ 6 വർഷ പടമായിരിക്കും വരാൻ പോകുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? നിറക്കൂട്ട്. കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ പടങ്ങൾ വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് അയച്ചു തരാം. അതിനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, നിങ്ങൾക്ക് കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായോ? എങ്കിൽ അടുത്ത ആഴ്ച ഞങ്ങൾ ഇതിലും നല്ല എപ്പിസോഡുമായി വീണ്ടും വരും. അതുവരേക്കും ബൈ.